നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 981st day. Today 25th sloka of Pratamaskandam 12th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 981 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. ധൃത്യാബലിസമകൃഷ്ണേ പ്രഹ്ലാദ ഇവ സദ്ഗ്രഹ ആഹർത്തിശ്വമേധാനാം വൃദ്ധാനാം പര്യുപാസക. ഓം തത്സത്. ധൃത്യാബലിസമകൃഷ്ണേ പ്രഹ്ലാദ ഇവ സദ്ഗ്രഹ ആഹർത്തോഷോഷമേധാനാം വൃദ്ധാനാം പര്യുപാസക. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ധൃത്യ ബലിസമ കൃഷ്ണേ പ്രഹ്ലാദ ഇവ സദ്ഗ്രഹ ആഹർത്തേ അശ്വമേധാനാം വൃദ്ധാനാം പര്യുപാസക. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അതായത് ധൃത്യ മനസ്ഥിരത കൊണ്ട്, ധൃതി കൊണ്ട്, ബലിസമ ബലിക്ക് തുല്യനും, പ്രഹ്ലാദ ഇവ പ്രഹ്ലാദനെ എന്ന പോലെ, കൃഷ്ണനിൽ സദ്ഗ്രഹ സൽസ്വഭാവമുള്ളവനും, ഭക്തിയിൽ കൃഷ്ണനെ പോലെ ശ്രീകൃഷ്ണഭക്തിയിൽ പ്രഹ്ലാദനെ പോലെയും, അശ്വമേധാനാം അശ്വമേധയാഗങ്ങളെ ആഹർത്ത അനുഷ്ഠിക്കുന്നവനും, വൃദ്ധാനാം വൃദ്ധന്മാരുടെ പര്യുപാസക സേവകനും ആയിരിക്കും. ആ കുഞ്ഞിനെക്കുറിച്ച് വീണ്ടും പറയുകയാണ്. ധൈര്യത്തിൽ മഹാബലിക്ക് തുല്യനും ശ്രീകൃഷ്ണഭക്തിയിൽ പ്രഹ്ലാദന് സദൃശനും ആയിരിക്കും ഇവൻ അനേകം അശ്വമേധയാഗങ്ങളെ നടത്തും. അതല്ലാതെ ഇവൻ വൃദ്ധന്മാരെ ഉപാസിക്കും. വൃദ്ധന്മാർ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ജ്ഞാനവൃദ്ധന്മാരും വയസ്സിൽ വൃദ്ധന്മാരും. ജ്ഞാനവൃദ്ധന്മാരെ മഹാത്മാക്കൾ എന്ന് പറയുന്നു. മഹാത്മാക്കളെയും പ്രായമുള്ളവരെയും എല്ലാം ഇവൻ ഒരുപോലെ ഉപാസിക്കും എന്ന് പറയുകയാണ്. ആ കുഞ്ഞിൻ്റെ മഹാത്മ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഓരോരുത്തരോട് ഉപമിച്ചുകൊണ്ട് ആ ബ്രാഹ്മണന്മാർ എടുത്തു പറയുകയാണ്. മഹാബലി പോലെ ധൈര്യശാലിയായിരിക്കും, പ്രഹ്ലാദനെ പോലെ ശ്രീകൃഷ്ണഭക്തിയുള്ളവനായിരിക്കും, അശ്വമേധയാഗങ്ങൾ ചെയ്യും, വൃദ്ധന്മാരെ ജ്ഞാനമുള്ളവരെയും മറ്റു വയസ്സിൽ കൂടിയവരെയും ഒക്കെ ഉപാസിക്കും എന്ന് ശ്ലോകത്തിൽ എടുത്തു പറയുകയാണ്. കഴിഞ്ഞ ശ്ലോകങ്ങളിലും ഈ കുഞ്ഞ് ജനിച്ചിരിക്കുന്ന പരീക്ഷിതാകുന്ന ആ കുഞ്ഞിനെക്കുറിച്ചുള്ള മഹാത്മ്യങ്ങൾ പറയുകയായിരുന്നു. കുഞ്ഞ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുക എന്ന് ധർമ്മപുത്ര ചോദിച്ചതിനാണ് ഇത്രയും വിശദമായിട്ട് ആ കുഞ്ഞിൻ്റെ സൽസ്വഭാവങ്ങളൊക്കെ എടുത്ത് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ധൃത്യാബലിസമകൃഷ്ണേ പ്രഹ്ലാദ ഇവ സദ്ഗ്രഹ ആഹർത്തേശ്വമേധാനാം വൃദ്ധാനാം പര്യുപാസക. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.